നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. ആഘോഷ നിറവിൽ അഭിമാന ഇന്ത്യ. എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. അടുത്ത 25 വർഷങ്ങൾ നിർണായകമെന്ന് പ്രധാനമന്ത്രി. സമ്പൂർണ്ണ വികസിത ഇന്ത്യ അടക്കം 1/4 നൂറ്റാണ്ടിലേക്കുള്ള ലക്ഷ്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയായ അഴിമതി തുടച്ചു നീക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ. പ്രധാനമന്ത്രി രാവിലെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ചെങ്കോട്ടയിലേക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ശേഷം ഗാർഡ് ഓഫ് ഓണർ. തുടർന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. ചരിത്രത്തിലാദ്യമായി ഇത്തവണ സെറിമോണിയൽ 21 ഗൺ സല്യൂട്ടിന് തദ്ദേശീയമായി നിർമ്മിച്ച ഹോവിസ്റ്റർ തോക്കുകളാണ് ഉപയോഗിച്ചത്. അടുത്ത 1/4 നൂറ്റാണ്ട് ഇന്ത്യക്ക് നിർണായകമാണെന്നും അതിലേക്കുള്ള ലക്ഷ്യങ്ങളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. पंचप्राण पर अपनी शक्ति को केंद्रित करनी होगी, अपने संकल्पों को केंद्रित करना होगा, अपने सामर्थ्य को केंद्रित करना होगा और हमें उन पंच प्राण को लेकर के 2047 जब आजादी के 100 साल होंगे, आजादी के दीवानों के सारे सपने पूरे करने का जिम्मा उठा करके चलना होगा. 76ാം സ്വാതന്ത്ര്യ ദിനം ഐതിഹാസിക ദിനമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനികളെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും അനുസ്മരിച്ചു. जिसमें नारायण गुरु हो, स्वामी विवेकानंद हो, महर्षि अरविंदो हो, गुरुदेव रविंद्रनाथ टैगोर हो, ऐसे अनेक महापुरुष हिंदुस्तान के हर कोने में, हर कान में भारत की चेतना को जगाते रहे. 7000-ഓളം അതിഥികൾ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. കോവിഡ് മുന്നണി പോരാളികളും മോർച്ചറി ജീവനക്കാരും വഴിയോര കച്ചവടക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ NCC കേഡറ്റുമാരും ചെങ്കോട്ടയിലെ ചടങ്ങുകൾക്ക് സാക്ഷിയായി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. ഫെഡറലിസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് നടന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. തുടർന്ന് പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. ഫെഡറലിസം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യത്യസ്തമായ സംസ്കാരവും ജീവിതവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ അടിസ്ഥാനമായി ഫെഡറൽ തത്വങ്ങൾ പുലരേണ്ടതുണ്ട്. അവ നിലനിർത്തിക്കൊണ്ട് മാത്രമേ രാജ്യത്തിൻ്റെ ഈ വൈവിധ്യങ്ങളെ ആകെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രമെന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നിയമസഭാ അങ്കണത്തിൽ സ്പീക്കർ MP രാജേഷും പതാക ഉയർത്തി. ജില്ലാ കേന്ദ്രങ്ങളിലെ സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. കണ്ണൂരിൽ MV ഗോവിന്ദനും എറണാകുളത്ത് P രാജീവും ആലപ്പുഴയിൽ P പ്രസാദും കോട്ടയത്ത് VN വാസവനും കോഴിക്കോട് PA മുഹമ്മദ് റിയാസും കൊല്ലത്ത് J ചിഞ്ചുറാണിയും പതാക ഉയർത്തി.
വയനാട്ടിൽ AK ശശീന്ദ്രൻ, മലപ്പുറത്ത് V അബ്ദുറഹ്മാൻ, പത്തനംതിട്ടയിൽ വീണ ജോർജ്, പാലക്കാട് K കൃഷ്ണൻകുട്ടി, തൃശൂരിൽ K രാധാകൃഷ്ണൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കാസർഗോഡ് അഹമ്മദ് ഏവർകോവിൽ എന്നിവർ പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. കൊച്ചി നാവിക ആസ്ഥാനത്ത് വൈസ് അഡ്മിറൽ MA ഹംബി ഹോളി പതാക ഉയർത്തി. AKG സെന്ററിലും KPCC ഓഫീസിലും പതാക ഉയർത്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. സ്വാതന്ത്ര്യദിനത്തിൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ലഡാക്ക് മേഖലയിലെ ജനങ്ങൾക്ക് പുതിയ ചാനൽ സമ്മാനിച്ച ന്യൂസ് 18 നെറ്റ്വർക്ക്. ന്യൂസ് 18 J&K ലഡാക്ക് ഹിമാചൽ എന്നാണ് ചാനലിന്റെ പേര്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ശ്രീനഗറിൽ ചാനൽ ലോഞ്ച് ചെയ്തത്. This is News 18 Network. You are watching News 18 Jammu, Kashmir, Ladakh, Himachal. न्यूज 18 जम्मू कश्मीर लद्दाख हिमाचल के आगाज पर आप सभी को बहुत मुबारकबाद। साधना से जन्नत के अरमान तक, बदलती बयार, रबाब के रुख और सपनों के जहान तक, हमारी पहुंच आपकी ताकत को बताना है। अब हिमालय सा बन जाना है। मां वैष्णो के दरबार से डोगरा संस्कार तक, झूठ, तमाशा, सेवा, हाकिम हुक्काम के व्यवहार तक, पहाड़ों के पार जाकर हमारी पहुंच आपकी ताकत को बताना है। अब हिमालय सा बन जाना है। 21,000 फीट। സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ശക്തരായ എതിരാളികളില്ലാത്ത രാജ്യത്തിന്റെ ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. BJPയുടെ വളർച്ചയോടെ പിന്നോട്ട് പോയ കോൺഗ്രസിന് ഇക്കാലം അത്ര സന്തോഷകരമല്ല. ഈ സ്വാതന്ത്ര്യദിനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് സോണിയാഗാന്ധി രംഗത്തെത്തിയത്. മോദി സർക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം അവഗണിക്കുകയാണെന്നും ചരിത്രത്തെ സ്വന്തം നേട്ടത്തിനായി വളച്ചൊടിക്കുന്നുവെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. ഇത്തരം ശ്രമങ്ങളെ അതിശക്തമായി എതിർക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആസാദി ഗൗരവ് യാത്രയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടിയായി. ത്രിവർണ്ണ പതാകയേന്തി ഡൽഹിയിൽ നടന്ന യാത്രയിൽ മുതിർന്ന നേതാക്കളടക്കം നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. കർണാടക, രാജസ്ഥാൻ, തെലങ്കാന, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മെഗാ റാലികളും കോൺഗ്രസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി അടക്കം ആരോപണം ഉയർത്തുമ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇവിടെ കേരളത്തിലും പ്രതിഷേധം ഉയരുകയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണെന്നും സംസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന വിഷയങ്ങളിൽ പോലും കേന്ദ്രം സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്താതെ സ്വന്തം നിലയിൽ കരാറിൽ ഏർപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതും അവയുടെ അധികാരപരിധിയിൽ വരുന്നതുമായ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ അറിവോ അനുവാദമോ കൂടാതെ കേന്ദ്ര സർക്കാർ കരാറുകളിൽ ഏർപ്പെടുന്നതാണ്. അപ്രകാരം കരാറുകളിൽ ഏർപ്പെട്ട് അവയെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം പോലും തേടാതെയിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ അവയിൽ ഉൾച്ചേർക്കണം എന്ന ആവശ്യം ഉയരുമ്പോൾ അത്തരം വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ തയ്യാറാകാതെയിരിക്കുന്നു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സവർക്കറെ അനുസ്മരിച്ചത് അനുചിതമായില്ലേ? ചോദ്യം കേരള മുഖ്യമന്ത്രിയുടേതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് വൈസ്രോയിയെ കണ്ട് ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് പറഞ്ഞവരാണ് സംഘപരിവാർ. ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേരവകാശികളാവാൻ അവർ ചരിത്രം തിരുത്തുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളുടെ പേരിൽ കേന്ദ്രത്തെ വിമർശിക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ഭരണഘടനാ മൂല്യങ്ങളെ തിരസ്കരിക്കുന്നതാണ് രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു.
പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഭരണഘടനയെപ്പറ്റി പരാമർശിച്ചില്ലെന്നത് ഞെട്ടലുണ്ടാക്കി. ഗാന്ധിജിയുടെ പേരിനൊപ്പം സവർക്കറുടെ പേര് പരാമർശിച്ച് അപമാനിച്ചുവെന്നും വൃന്ദാകാരൻ ആരോപിച്ചു. കെ.ടി. ജലീൽ എം.എൽ.എയുടെ നിലപാടുകളും അതിലുള്ള പ്രതിഷേധങ്ങളും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ജലീലിന്റെ കശ്മീർ പരാമർശമാണ് വിവാദമായത്. ഒരു മതമെന്ന് പറയുന്നവർ പാകിസ്ഥാനിലേക്ക് നോക്കണമെന്നാണ് ഇന്നത്തെ ജലീലിന്റെ നിലപാട്. ഒരു മതം തന്നെ ഭൂരിപക്ഷമായിട്ടും പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു. മതത്തെ അടിസ്ഥാനമാക്കി കരുതുന്നവർക്ക് മുന്നറിയിപ്പാണ് പാകിസ്ഥാനെന്നും ജലീൽ പറഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ കലാപം ഈ നാട്ടിൽ കൊടുമ്പിരിക്കുന്നു. നമുക്ക് വേണ്ടത് മഹാത്മാഗാന്ധിയുടെ വിശ്വാസം, നമുക്ക് വേണ്ടത് മൗലാന മുഹമ്മദ് അലിയുടെ വിശ്വാസമാണ്. നമുക്ക് വേണ്ടത് ഈ രാജ്യത്ത് മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട കോടിക്കണക്കിന് വരുന്ന മൺമറഞ്ഞു പോയ യഥാർത്ഥ മതവിശ്വാസികളായിട്ടുള്ളവരുടെ വിശ്വാസം, കാപട്യപൂർണമായിട്ടുള്ള വിശ്വാസം, മതാന്തതയുടെ വിശ്വാസം. ജലീൽ പറയാനുള്ളതൊക്കെ പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ജലീലിനെതിരെ പ്രതിഷേധവും ഉണ്ടായി. എടപ്പാളിലെ എം.എൽ.എ. ഓഫീസിൽ യുവമോർച്ച പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. ഓഫീസിന്റെ ഷട്ടറിലും ബോർഡിലും പ്രവർത്തകർ പോസ്റ്ററുകൾ പതിപ്പിച്ചു. അറുതിയായില്ലേ ഈ രാഷ്ട്രീയ കുരുതികൾക്ക്? എത്രയോ കാലമായി കേരളം ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ വർഷം ഇതുവരെ മാത്രം എത്രയോ പേരുടെ ജീവൻ കൊലക്കത്തിക്കിരയായി. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുമ്പോഴും സമാധാന സർവകക്ഷി യോഗങ്ങളും ചേരുന്നതല്ലാതെ എന്ത് ഫലമാണുണ്ടായത്? പാലക്കാട് CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ കൊലപാതകം രാഷ്ട്രീയ വിരോധം മൂലമാണെന്ന് FIR-ലുണ്ട്. കൊലപ്പെടുത്തിയത് 8 അംഗ അക്രമി സംഘമാണെന്നും FIR പറയുന്നു. CPM പാലക്കാട് മരുത റോഡ് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ കൊലപാതകം രാഷ്ട്രീയ വിരോധം മൂലമാണെന്നാണ് FIR വ്യക്തമാക്കുന്നത്. BJP അനുഭാവികളായ 8 പേർ വടിവാൾ ഉപയോഗിച്ച് തലയ്ക്കും കൈക്കും വെട്ടുകയായിരുന്നു. പ്രതികളുടെ കുറിച്ചുള്ള അന്വേഷണവും സംഭവത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി ഓണാണ്. രാത്രി മുഴുവനും പ്രതികൾക്കായിട്ടുള്ള തെരച്ചിലായിരുന്നു. എന്നാൽ കൊലയ്ക്ക് പിന്നിൽ RSS തന്നെയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. അക്രമികളിൽ ചിലർ മുമ്പ് പാർട്ടി അനുഭാവികളായിരുന്നെങ്കിലും കുറെ കാലമായി RSS പ്രവർത്തകരാണ്. എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മദ്യം, മയക്കുമരുന്ന്, അതുപോലെ RSSന്റെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഇവരതിൽ പങ്കാളികളാണ്. അന്ന് തന്നെ പാർട്ടിയോട് യാതൊരുവിധ യോജിപ്പും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരെ മാറ്റി എത്രയോ വർഷം മുമ്പ് തന്നെ ഇവർ മാറിപ്പോയതാണ്. RSS ആയിരുന്നു ഇവരെ എല്ലാ കാര്യത്തിനും സഹായിച്ചത്. അങ്ങനെ RSSന്റെ ഭാഗമായി ഇന്നലെ അവർ രക്ഷാബന്ധൻ പരിപാടിയിൽ പങ്കെടുത്തവരാണ്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും EN സുരേഷ് ബാബു. 2 ബൈക്കുകളിലായി 4 RSS പ്രവർത്തകർ ആ പ്രദേശത്തുനിന്ന് പോയി. 5 മിനിറ്റിന് ശേഷം അവർ തിരിച്ചു വന്നു. ഈ പോയ 2 ബൈക്കുകളായ 4 ആളുകളുടെ കയ്യിലും വടിവാളുണ്ടായിരുന്നു. മറ്റാരെയുമല്ല അവർ ലക്ഷ്യം വെച്ചത്. ഈ വടിവാൾ ഉപയോഗിച്ച് ഷാജഹാനെ തന്നെയാണ് ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തുക എന്ന കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഈ മൃഗീയമായ കൊലപാതകം. അതേസമയം കൊലപാതകത്തിൽ പങ്കില്ലെന്ന് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഷാജഹാന്റെ ജീവനെടുത്ത കൊലയാളി സംഘത്തിൽ സ്വന്തം മകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂസ് 18നോട് തുറന്നു പറയുകയാണ് ദൃക്സാക്ഷി. പോലീസിനെ ഇത് അറിയിച്ചിട്ടുണ്ട്. BJP പിന്തുണയോടെ അനീഷും ശബരി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊലപാതകം നടന്നത്. മുമ്പ് CPM പ്രവർത്തകരായിരുന്നു ഇവർ. കഞ്ചാവ് വിൽപ്പന അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യം ചെയ്തതോടെയാണ് ഇവർ പാർട്ടിയുമായി തെറ്റിയെന്നും ദൃക്സാക്ഷി പറഞ്ഞു. കൃഷ്ണന്റെ മകൻ ശബരിയാണ് ഫസ്റ്റ് വന്ന് വിട്ട്, സെക്കൻഡ് അനീഷ്, എൻ്റെ മകൻ സുജീഷ് പ്രതിയാണ് പറയാം. ഈ വെട്ടി ഈ ഇതിലുണ്ട്. ഷാജഹാനെ കൊന്നതാര്? പോലീസ് അന്വേഷണം ശക്തമാക്കാനിരിക്കെ കൊലപാതകർ RSS BJP സംഘമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ RSS തെറ്റായ പ്രചരണം അഴിച്ചുവിടുകയാണ്. ഇത് തിരിച്ചറിയണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പാലക്കാട് ഷാജഹാൻ കൊലപാതകത്തിൽ BJPയെ പഴിചാരാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. കൊലപാതകത്തെ ശക്തമായി അപലപിക്കുന്നെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കുറ്റപറ്റ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPM ആരോപണം RSSനും BJPക്കും നേരെ ഉയരുമ്പോൾ
വേറിട്ടതും ഗൗരവതരവുമായ പ്രതികരണമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനിൽ നിന്നും ഉണ്ടായത്. RSSO BJPയോ അല്ല, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് കൊല നടത്തിയതെന്നാണ് സുധാകര പക്ഷം. BJPയെ എതിർക്കുന്നുവെന്ന് കരുതി എല്ലാ കൊലയ്ക്കു പിന്നിലും BJPയാണെന്ന് കരുതാനാവില്ലെന്നും കെ സുധാകരൻ പറയുന്നു. ആരോപണങ്ങൾ വരുന്നുവെന്ന് മാത്രമല്ല, ആരോപണം നടത്തുന്നത് CPMന്റെ സ്ട്രോങ് പ്രവർത്തകനാണ്. പാർട്ടിയായിട്ട് ബന്ധമില്ല, അവരെ നേരത്തെ പാർട്ടി വിട്ടവരാണ് എന്ന് CPM പറയുമ്പോൾ അത് തിരുത്തുന്നത് CPMകാർ തന്നെയാണ്. സാധാരണഗതിയിൽ കേരളത്തിലെ പോലീസ് ഇപ്പോൾ CPMന്റെ ലോക്കൽ നേതാക്കൾ പറയുന്നതാണ് റിപ്പോർട്ട്. അപ്പോൾ CPMന്റെ ഒരു ഉണ്ടയും ഇതിനകത്ത് പോവില്ല. ഇത് CPMന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ വെട്ടിക്കൊന്നതാണ്. ആ സാക്ഷി പറയുന്നതും CPMന്റെ ഉത്തരവാദപ്പെട്ട ആളാണ്, ഞങ്ങളാരുമല്ല. അതുകൊണ്ട് ഇനിയും കുറേ തെളിവുകൾ വരാനുണ്ടെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. സുധാകരൻ എന്തു പറഞ്ഞോ അതിനെ ന്യായീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട്ടെ ആ അരുംകൊലയിൽ സതീശന്റെ വാക്കുകൾ എന്തെന്ന് കേൾക്കാം. ഈ വിഷയത്തിൽ ഇങ്ങനെ പറയാൻ കാര്യം, ഈ ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ SP പറഞ്ഞതിനോട് സാമ്യമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ FIRൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്നത് CPM സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യത്തിൽ. ഈ പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു ഭരണകക്ഷി അഭിപ്രായം പറയുന്നത് ശരിയല്ല, അത് പോലീസിനെ സ്വാധീനിക്കും. മനസ്സിലായില്ലോ? പ്രതിപക്ഷ നിരയിൽ കെ സുധാകരനും VD സതീശനും ഒരേ നിലപാട് പറയുമ്പോൾ ഭരണപക്ഷ നിരയിൽ CPIക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. കൊലപാതകത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തനിക്ക് പറയാനുള്ളതെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മളൊരു ഇതുണ്ടായാൽ ഉടനെ അത് ഒരാളിൽ ആരോപിക്കുന്നത് ശരിയല്ല, അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കണ്ണൂർ സർവകലാശാലയിലെ ഒരു നിയമനവും അതുണ്ടാക്കിയ വിവാദങ്ങളും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ ചൊല്ലിയാണ് വിവാദം. നിയമന വിവാദത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് പ്രിയ വർഗീസ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വിവരാവകാശ രേഖ എന്ന പേരിൽ പുറത്തുവിട്ടിരിക്കുന്നത് അക്കങ്ങളിലെ കള്ളക്കളിയാണെന്ന് അവർ പറയുന്നു. ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുള്ള പ്രബന്ധങ്ങൾ സർവകലാശാല പരിശോധിച്ച് പോയിന്റ് നൽകിയിട്ടില്ല. ഇപ്പോൾ കാണുന്ന പോയിന്റുകളൊക്കെയും ഓരോരുത്തരുടെയും അവകാശവാദങ്ങൾ മാത്രമാണ്. കണ്ണൂർ സർവകലാശാലയിലെ അപേക്ഷാ സമർപ്പണത്തിന്റെ ചരിത്രം കൂടി അറിഞ്ഞാലേ ഇക്കാര്യം വ്യക്തമാകൂ. ചുരുക്കപ്പട്ടിക തയ്യാറാക്കാൻ മാത്രമേ റിസർച്ച് സ്കോർ ഉപയോഗിക്കാനാവൂ എന്നാണ് UGC റെഗുലേഷൻ. അല്ലാതെ UGC ചെയർമാനെ VC ആക്കാം എന്ന് KK രാഗേഷ് പറഞ്ഞതുകൊണ്ടല്ലെന്നും പ്രിയ പരിഹസിക്കുന്നു. ഉത്തമ സാഹിത്യത്തിനല്ല, അശ്ലീല സാഹിത്യത്തിനാണ് ഇന്ന് മലയാളത്തിൽ വിൽപ്പനയുള്ളതെന്നായിരുന്നു എഴുത്തുകാരൻ T പത്മനാഭന്റെ പരാമർശം. സ്ത്രീകൾ അശ്ലീലം എഴുതിയാൽ അത് വിറ്റുപോകുമെന്നും വായിക്കാൻ ആളുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരാമർശത്തിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പരാമർശത്തിൽ ലജ്ജ തോന്നുന്നതായും ഇത്തരം വീക്ഷണം വെച്ച് പുലർത്തുന്നതിൽ ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും ലൂസി കളപ്പുര പറഞ്ഞു. രാജ്യം ആദരിക്കുന്ന സാഹിത്യകാരിൽ നിന്ന് പ്രതീക്ഷിച്ച വാക്കുകളല്ല ഇതെന്നും അവർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയും കേരളത്തിലെ ഒരു സ്ത്രീ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ അങ്ങനെയാണ്. സ്ത്രീകൾ അശ്ലീലം എഴുതിയ പുസ്തകം ചൂടപ്പം പോലെ വിറ്റുപോകും, മഠത്തിലെ ചീത്ത കാര്യങ്ങൾ എഴുതിയാൽ ചൂടപ്പം പോലെ വിറ്റുപോകും. ഇത്രയും വലിയൊരു വ്യക്തിയിൽ നിന്നും നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വരികളല്ലാതെ സ്ത്രീകളെ ഒരുമിച്ച് അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇത്തരമൊരു വീക്ഷണമാണ് സ്ത്രീകൾക്കും അല്ലെങ്കിൽ സ്ത്രീകളുടെ രചനകൾക്കും കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. എറണാകുളത്തെ അതിദാരുണമായ ഒരു മരണവാർത്തയെക്കുറിച്ചാണ്. സൗത്ത് അറ്റ്ലാന്റിസ് ജംഗ്ഷന് സമീപം വീടിന് തീപിടിച്ച് വീട്ടമ്മ മരിച്ചു. 57-കാരി പുഷ്പവല്ലിയാണ് മരിച്ചത്. അപകട മരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത്. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. തീയും പുകയും കാരണം അകത്തേക്ക് കടക്കാനായില്ല. വീട്ടിലുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചെങ്കിലും തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് അഗ്നിശമന സേനയെ വിവരമറിയിച്ചത്. വീട്ടിലേക്ക് റോഡില്ലാതിരുന്നതിനാൽ റെയിൽവേ ലൈനിന് മറുവശം വാഹനം നിർത്തിയ ശേഷം വെള്ളം പമ്പ് ചെയ്യുകയായിരുന്നു. ഈ സമയം ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചെറിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുവെന്ന് ബന്ധു പറഞ്ഞു. എന്തോ പൊട്ടിത്തെറിക്കുന്ന ഒച്ച കേട്ടിട്ട് ഞാൻ അപ്പുറത്ത് ഓടി ചെല്ലുമ്പോൾ വാല് തുറന്നെടുപ്പുണ്ട്. ഫ്രണ്ട് വാതില് മുറിയിൽ കട്ടിന്റെ അടി തുടങ്ങി മൊത്തം കത്തുന്നാണ് കാണുന്നത്. എന്തൊക്കെയോ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആളപ്പം നോക്കുമ്പോൾ ഒരു കാല് നീണ്ടു കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആളകത്തുണ്ടെന്ന് മനസ്സിലായി. ആളാണ് കിടന്ന് കത്തുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി ഒഴിച്ചു. കിടുന്നില്ല. പിന്നെ ഞാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് മറ്റുള്ളവരും കൂടി ഒഴിച്ചു കൂട്ടി അവരും കൂടി വന്ന് എല്ലാവരും കൂടി വെള്ളം കയറി ഒഴിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
2 മക്കളാണ് പുഷ്പവല്ലിക്കുള്ളത്. അപകടം നടക്കുമ്പോൾ ഇരുവരും ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പുഷ്പവല്ലി മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് മക്കൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അപകട കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. തിരുവല്ലയിൽ ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചെന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. കേരളത്തിൽ അധികമൊന്നും ഇത്തരമൊരു വാർത്ത മുമ്പ് ഉണ്ടായിട്ടില്ല. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് പടിഞ്ഞാറേത്തറ വെൺപാല സ്വദേശി രാജൻ മരിച്ചത്. ആംബുലൻസിലുണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ തീർന്നു പോയെന്നും ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:45 ശ്വാസതടസ്സത്തെ തുടർന്ന് രാജനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജന്റെ നില ഗുരുതരമായതിനാൽ ഡ്യൂട്ടി ഡോക്ടർ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെന്നും യാത്രാമധ്യേ ഓക്സിജൻ തീർന്നത് മരണകാരണമായെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. വണ്ടാനത്തേക്കുള്ള യാത്രയ്ക്കിടെ രാജൻ ഗുരുതരാവസ്ഥയിൽ എത്തിയതോടെ തകഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഡ്രൈവറോട് ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ അവഗണിച്ചതായും ബന്ധുക്കൾ പറയുന്നു. ഓക്സിജൻ കൊടുത്ത് ആംബുലൻസിൽ കയറ്റി. അപ്പോൾ ഇരിക്കാൻ നേരം ഡ്രൈവർ വന്നിട്ട് ആ സിലിണ്ടർ എടുത്ത് മാറ്റി വേറെ ഒരു സിലിണ്ടർ വെക്കുകയും ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ആ സിലിണ്ടറിലെ ഓക്സിജൻ തീരുകയും അച്ഛൻ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തിരുവല്ല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിജു ബി നെൽസൺ പറഞ്ഞു. ഓക്സിജൻ ലെവൽ താഴ്ന്ന നിലയിലാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് രാജനെ റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷമാണ് മരണം സംഭവിച്ചതെന്നുമാണ് സൂപ്രണ്ട് വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ഡിഎംഒയോട് റിപ്പോർട്ട് തേടി. തിരുവല്ല പുളിക്കീഴ് സ്റ്റേഷനിൽ പരാതി നൽകിയ രാജന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വീണ്ടും ഗുരുതരമായ സുരക്ഷാ വീഴ്ച. കൊലക്കേസ് പ്രതിയാണ് ഇക്കുറി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയത്. പെരിന്തൽമണ്ണ ദൃശ്യവധക്കേസ് പ്രതി വിനീഷാണ് തടവ് ചാടിയത്. 3 മാസത്തിനിടെ 2ാം തവണയാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഫോറൻസിക് വാർഡിൽ നിന്ന് അന്തേവാസി ചാടിപ്പോകുന്നത്. ദൃശ്യവധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന വിനീഷാണ് ചാടിപ്പോയത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചിരുന്നു. ഞായറാഴ്ച രാത്രി ഇയാൾ പുറത്തുകടന്നെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം ഒരു അന്തേവാസിയുടെ വിരലിൽ മോതിരം കുടുങ്ങിയത് മുറിച്ചെടുക്കാൻ അഗ്നിരക്ഷാസേന കുതിരവട്ടത്ത് എത്തിയിരുന്നു. ഈ സമയത്ത് വാതിലുകൾ തുറന്നുകടന്ന അവസരം ഇയാൾ മുതലാക്കിയെന്നാണ് പോലീസ് നിഗമനം. സുരക്ഷാ വീഴ്ച ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കുതിരവട്ടത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തടവിൽ നിന്നും ചാടിപ്പോയ കേസിൽ 225B സെക്ഷൻ വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്താണ് കാരണം, എങ്ങനെയാണ് ഇതിന്റെ കാരണം. കേസ് DYSP, ACP, മെഡിക്കൽ കോളേജ് അതിൽ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്, എന്നിട്ട് പോലീസിന്റെ കൊണ്ട് മാത്രമാണോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ, പോലീസിന്റെ എണ്ണം കൂട്ടിയത് കൊണ്ട് മാത്രം മതിയാവോ, വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, നമുക്ക് പരിശോധിക്കാം. മെയ് 30-നാണ് മുമ്പ് തടവുകാരൻ ഫോറൻസിക് വാർഡിൽ നിന്ന് പുറത്തുകടന്നതും വാഹനാപകടത്തിൽ മരിച്ചതും. ആശുപത്രി സൂപ്രണ്ടിനെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മന്ത്രി വീണ ജോർജ് സ്ഥലം സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയെങ്കിലും നടപടി മാത്രം ഇനിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. വിഷ്ണു ഫോമിക് എന്നയാളെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോറിവാലിൽ നിന്നാണ് 57-കാരനായ ഇയാളെ പിടിയിലായത്. റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രിയിലേക്ക് ഫോണിൽ വിളിച്ചാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. 8 തവണ ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ മകളുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ശ്രദ്ധ നേടുന്നു. മലപ്പുറം വേങ്ങര നോട്ടപ്പുറം GLPS സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്കൂൾ ലീഡർ കൂടിയായ മഹനാസ് കാപ്പൻ. ഞാൻ മഹനാസ് കാപ്പൻ, ഒരു പൗരന്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും തകർത്ത് ഇരുട്ടറയിൽ തളക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ മകൾ. ഒരു പൗരന്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും തകർത്ത് ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ മകൾ എന്ന് പരിചയപ്പെടുത്തിയാണ് മെഹനാസ് പ്രസംഗം തുടങ്ങുന്നത്. ഇന്ന് ഓരോ ഭാരതീയനും അവൻ എന്ത് സംസാരിക്കണം, അവൻ എന്ത് കഴിക്കണം, ഏത് മതം തിരഞ്ഞെടുക്കണം, ഇതിനെല്ലാത്തിനും ചോയ്സ് ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇറങ്ങിപ്പോകാൻ പറയുന്നവരോട് എതിരിടാൻ ഓരോ ഭാരതീയനും അവകാശമുണ്ട്. ഇനിയും ഇന്ത്യയെ ഉന്നതിയുടെ കൊടുമുടിയിലെത്തിക്കണം. ഭിന്നതയും കലഹങ്ങളുമില്ലാത്ത ഇന്ത്യയെ സ്വപ്നം കാണണം.
ഇന്ത്യയിലെ സാധാരണ പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത് എന്നു പറഞ്ഞാണ് മെഹ്നാസ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ എല്ലാ ധീരദേശാഭിമാനികളെയും സ്മരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണ പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ യുപിയിലേക്ക് പോകുന്നതിനിടെയാണ് രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലാകുന്നത്. ന്യൂസ് 18 തിരൂർ. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ എൽദോസ് പോളിന് ജന്മനാട് ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തുറന്ന ജീപ്പിൽ കോലഞ്ചേരിയിൽ നിന്ന് നാട്ടുകാർ എൽദോസിനെ വരവേറ്റത്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ രാജ്യത്തിന് വേണ്ടി സുവർണ്ണ നേട്ടം വരിച്ച എൽദോസ് പോളിന് ഇന്ന് നാട്ടുകാർ വിപുലമായ സ്വീകരണം നൽകുകയാണ്. എൽദോസ് പോൾ രാവിലെ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയപ്പോൾ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ എൽദോസ് സ്വദേശത്തേക്ക് തിരിക്കുന്നു. വലിയ സന്തോഷത്തിൽ എൽദോസ്, എങ്ങനെയാണ് ഈ നിമിഷം? വളരെ അഭിമാനം തോന്നുന്നു. രാജ്യത്തിന് വേണ്ടി കോമൺവെൽത്തിൽ സ്വർണ്ണം നേടാൻ സാധിച്ചു. അതൊരു മലയാളി ആയതിൽ കൂടുതൽ നമ്മളതിന് സന്തോഷിക്കുന്നു. അതിന് എന്താ പറയുക, ഇങ്ങനൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ നാട്ടിൽ വരാൻ സാധിച്ചതിലും എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് ലഭിച്ചതിലും വളരെയധികം സന്തോഷിക്കുന്നു. ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഒരു ഫലം കൂടിയാണത്. തീർച്ചയായിട്ടും പ്രയത്നം എല്ലാ ഫീൽഡിലുണ്ട്. സോ നമ്മൾ എന്താണോ ലക്ഷ്യം അത് കൈവിടാണ്ട് അതിനുവേണ്ടി നമ്മുടെ 100% കൊടുത്ത് വർക്ക് ചെയ്യുക. സോ സക്സസ് എല്ലാം അതിന്റെ ഭാഗമായിട്ട് കിട്ടും. എന്താണ് അടുത്ത ലക്ഷ്യം? അടുത്ത ലക്ഷ്യം ഒളിമ്പിക്സ്, 2024 ഒളിമ്പിക്സ്. നാട്ടുകാരുടെ ഒരു പ്രോത്സാഹനം അത് എത്രത്തോളം ഒരു ആവേശപ്പെടുത്തുന്നുണ്ട്? നാട്ടുകാരുടെ വളരെ എന്താ പറയുക, ഇപ്പൊ തന്നെ കണ്ടില്ല, എല്ലാവർക്കും തന്നെ കാണാം, അത്ര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും നാട്ടുകാർ ഇവിടെ തന്നെ. സോ അത് വളരെ ഒരു നല്ല മോട്ടിവേഷനാണ്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. വലിയ സ്വീകരണത്തിലാണ് എൽദോസിന്റെ വലിയ സന്തോഷം. നാട്ടുകാരെല്ലാവരും തന്നെ അത് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. കോലഞ്ചേരിയിൽ നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഇന്നത്തെ ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.